വടക്കൻ ഗാസ മുൻപിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്ത റോക്കറ്റുകൾ വിജയകരമായി വെടിവെച്ചിട്ടതായി ഇസ്രായേൽ. വ്യോമാക്രമണത്തെ തുടർന്ന് ബെയ്റൂട്ടിലും സമീപ പ്രദേശങ്ങളിലുമാണ് സൈറണുകൾ മുഴങ്ങിയത്. സംഭവത്തിൽ യാതൊരു നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് IDF അറിയിച്ചു. ഇതിനു മുൻപ് ഗാസയിൽ നിന്ന് തൊടുത്ത എല്ലാ റോക്കറ്റുകളും ഇസ്രായേൽ വെടിവെച്ചിട്ടിരുന്നു. അതിനിടെ ലെബനനിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ ദഹിയ പരിസരത്ത് ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ ബാദറിനെ കൊലപ്പെടുത്തിയതായി IDF കൂട്ടിച്ചേർത്തു. ഗാസയിൽ ആക്രമണത്തിന് മുൻപ് വടക്കൻ പ്രദേശത്തെ താമസക്കാരോട് ഒഴിഞ്ഞുപോകുവാൻ IDF നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ നവംബറിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ കടുത്ത പ്രത്യാക്രമണം നടത്തിയത്. ബെയ്റൂട്ടിലെ ദഹിയയിലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന UAVകൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ തകർന്നതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ ഗാസയിൽ വർഷങ്ങൾക്ക് ശേഷം യുദ്ധം വീണ്ടും ആരംഭിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ 7 അതിർത്തി ഭേദിച്ച് നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്നായിരുന്നു. 1200ഓളം ഇസ്രായേലികളെയാണ് ഹമാസ് എന്ന് കൊലപ്പെടുത്തിയത്. 250ഓളം പേരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോയി. അതിൽ തന്നെ 50ഓളം പേരെ ഇനിയും മോചിപ്പിക്കുവാനുണ്ട്. ബന്ദികളാക്കപ്പെട്ടവരിൽ 24ഓളം പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇസ്രായേലിന്റെ നിഗമനം.